12-ാം വയസ്സിൽ കാഴ്ച മങ്ങുക, 14-ാം വയസ്സോടെ കാഴ്ച പോവുക. പിന്നാലെ 2 അനിയന്മാരും അതേ നിലയിലാവുക. സ്വർണ്ണപ്പണിക്കാരനായ അച്ഛൻ്റെ തുച്ഛ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രാമീണ വീട്ടിലെ ഒരു പാവം പെൺകുട്ടി ആ അവസ്ഥയിൽ എത്തിപ്പെട്ടാൽ എന്തുണ്ടാകും? അവൾ പഠിപ്പ് നിർത്തും, വീട്ടിൽ ഒതുങ്ങും. ഒരു വീടിൻ്റെ വേദനയായി തെരുവിൻ്റെയോ ഏറിയാൽ ഒരു നാട്ടിൻപുറത്തിൻ്റെയോ സഹതാപം പറ്റി ജീവിക്കും. എന്നാൽ ഒറ്റപ്പാലത്തിനടുത്ത് പനമണ്ണയിലെ മണിയന്തോട്ടിൽ വീട്ടിലെ ഗീത ചെയ്തത് അതല്ല. ഗീത പഠിച്ചു, കേട്ടെഴുത്തുകാരെ വെച്ച് പരീക്ഷ എഴുതി, 10 ജയിച്ചു. നഗരത്തിലെ കോളേജിൽ പോയി BA-കാരിയായി. സ്നേഹിച്ച പുരുഷൻ്റെ കൈ പിടിച്ചു, 2 കുട്ടികളുടെ അമ്മയായി. പലരും അവിടെ നിർത്തിയേക്കും. കണ്ണ് കാണുന്ന ഭർത്താവിൻ്റെ ഭാര്യയും കണ്ണ് കാണുന്ന മക്കളുടെ അമ്മയുമായി കഴിഞ്ഞേക്കും. പക്ഷേ ഗീത തൃശ്ശൂരിൽ ഒരു ജൈവ ഭക്ഷണശാല തുറന്നു. ജോലിക്കാരോടൊപ്പം കലവറയിലും അടുക്കളയിലും കൊട്ടത്തളങ്ങളിലും ക്യാഷ് കൗണ്ടറിലും പണിയെടുത്തു. കണ്ണ് കാണാതിരുന്നിട്ടും വീട്ടിൽ സ്ഥലപരിചയം വെച്ച് എല്ലാ ജോലിയും ചെയ്യുന്ന പതിവ് സഹായിച്ചിരിക്കാം. 12 വയസ്സുവരെ കണ്ണ് കണ്ട പരിചയം ആത്മവിശ്വാസം പകർന്നിരിക്കാം. ആ കച്ചവടം വിജയിച്ചില്ല. പിന്നാലെ കോവിഡ് എത്തി. കോവിഡ് കാലത്ത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ മഞ്ഞളിലേക്ക് ഗീത തിരിഞ്ഞു. മടുപ്പില്ലാതെ കഴിക്കാനാകുന്ന കുർക്കുമീൽ എന്ന മഞ്ഞൾ വിഭവമായിരുന്നു ഫലം. പ്രതിഭ എന്ന മികച്ച മഞ്ഞളിനം കൃഷി ചെയ്യാനുള്ള ലൈസൻസ് നേടി വീട്ടിൽ മഞ്ഞൾ കൃഷി തുടങ്ങി. പിന്നീടത് 5 വീടുകളിലേക്ക് വളർന്നു. ഇപ്പോൾ 3 ജില്ലകളിൽ 5 ഏക്കറിലേറെ മണ്ണിൽ ഗീതയ്ക്ക് വേണ്ടി മഞ്ഞൾ വിളയുന്നു. ഗീതയുടെ കഥയറിഞ്ഞ് നടി ശ്വേതാ മേനോൻ വിട്ടുകൊടുത്ത തറവാട് വളപ്പാണ് അതിലെ 1 ഏക്കർ. ഇന്ത്യയിലാകമാനം 7000-ഓളം കുടുംബങ്ങൾക്ക് ഗീത കുർക്കുമീലെത്തിക്കുന്നു. 15 പേർക്ക് നേരിട്ടും 45 പേർക്ക് പരോക്ഷമായും ജോലി കൊടുക്കുന്നു. ഇതെല്ലാം നിയന്ത്രിച്ച് നടത്തി ഗീത മുന്നോട്ട് പോകുന്നു. കാലമേ, വെളിച്ചത്തിൽ നിന്ന് കാലുതെറ്റി വീണ നിന്റെ കുഞ്ഞു മകൾ വെളിച്ചം പരത്തുന്നവളായത് കണ്ടോ എന്ന് നിശബ്ദം വിളിച്ചു ചോദിച്ചുകൊണ്ട്. ഭർത്താവ് സലീഷും മക്കൾ ഗസലും ഗയയും ഒപ്പമുണ്ട്. 3 മക്കളുടെയും കണ്ണിലെ വെളിച്ചം ഒരുമിച്ച് മങ്ങുന്നത് സഹിച്ചുകൊണ്ട് അവരെ ജീവിത വിജയത്തിലേക്ക് നയിച്ച ഗീതയുടെ അച്ഛനമ്മമാരായ ഉണ്ണികൃഷ്ണനും രാധയും അത് കണ്ണു നിറയെ കാണുന്നുണ്ട്. ഇത്തവണ കൈരളി ഫീനിക്സ് അവാർഡിന് ഞങ്ങൾ ആദരവോടെ തിരഞ്ഞെടുക്കുന്നു. ശാപം പോലെ വീട്ടിലേക്ക് കടന്നെത്തിയ ഇരുട്ടിനെ അന്ധവിശ്വാസത്തിലേക്കോ നൈരാശ്യത്തിലേക്കോ പോകാതെ നേരിട്ട നവകേരള മാതൃകയെ, നിശ്ചയദാർഢ്യത്തിൻ്റേതും അന്വേഷണത്തിൻ്റേതും കണ്ടെത്തലിൻ്റേതുമായ ഈ 39 വർഷങ്ങളെ, ഗീതാ സലീഷിനെ
ഗീതയ്ക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഗീത. നമസ്കാരം. എനിക്ക് ഇന്ന് ഈ ഒരു അവസരത്തിൽ എനിക്ക് മമ്മൂക്കയിൽ നിന്ന് ഈ ഒരു അവാർഡ് കിട്ടിയത് വളരെയധികം സന്തോഷം. ഞാൻ മമ്മൂക്കനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം മമ്മൂക്കനെ ഇങ്ങനെ ഒരു കാണാൻ പറ്റിയ ഒരു അവസരത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ബിന്ദു ടീച്ചർ എന്നെ കേരളോർമ്മയിൽ പഠിപ്പിച്ച ടീച്ചറാണ്. അതുകൊണ്ട് ഈ അവാർഡ് എനിക്ക് വളരെയധികം സന്തോഷം ഉള്ളതാണ്. പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ 2011 ഇങ്ങനൊരു സംരംഭമായിട്ട് ഞാൻ ഒരു സംരംഭത്തിലേക്ക് വന്നത്. പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ മഞ്ഞളുടെ കൃഷി ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ടുള്ള കുർക്കുമിയിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഞാൻ ചെയ്യുന്നു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ആദ്യം കാഴ്ചയില്ലാതെ, എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് കാഴ്ചയില്ലാതെ അത് മാനേജ് ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ്. കാരണം 15 വയസ്സ് സമയത്ത് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. കാരണം ഇനി കാണില്ല എന്നുള്ള ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി എനിക്കിനി കാഴ്ച ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് എനിക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയും അത് മാക്സിമം ഞാൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അതിൽ നിന്നുകൊണ്ട് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പോകുന്നു. പിന്നെ എന്ന് വെച്ചാൽ കാഴ്ചയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കാഴ്ചയുള്ള എല്ലാവരും നമ്മളുടെ എന്നെ പോലുള്ള എല്ലാവരും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ ഒരു അവസരത്തിൽ മമ്മൂക്കയ്ക്കും അതുപോലെ തന്നെ കൈരളി ചാനലിലെ സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഗീത. വാക്കുകളും പ്രവൃത്തിയും കൊണ്ട് പ്രകാശം പരത്തുന്ന പെൺകുട്ടി തന്നെയാണ് ഗീത. ഗീതയ്ക്ക് ഈ കൈയടിയെല്ലാം ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള കൈയടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗീത.